ഐവയെ പറ്റി പറയുമ്പം പലപ്പോഴും രോഗികൾക്കൊരു ധാരണയുണ്ട്, കുറേ ദിവസം ബന്ധപ്പെടാതിരുന്നാൽ നമ്മുടെ ബീജാണുക്കളുടെ എണ്ണം കൂടും, അങ്ങനെ വരുമ്പം കുറേ കൂടെ വിജയസാധ്യത കൂടുമെന്നുള്ളത്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. ഐവ ചെയ്തപ്പോൾ അണ്ടോൽപാദനത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഗുളിക മാത്രമാണോ കഴിച്ചത്? ഗുളികൾക്ക് ശേഷം ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? അങ്ങനെ വന്നപ്പോൾ എത്ര അണ്ടം വന്നു? ആ അണ്ടത്തിൻ്റെ നിലവാരത്തെപ്പറ്റി പഠിക്കാൻ ആ അണ്ടത്തിലേക്കുള്ള രക്തോട്ടത്തെ പറ്റിയുള്ള പഠനങ്ങൾ എങ്ങനെയായിരുന്നു? കുഞ്ഞു കിടക്കുന്ന ആവരണത്തേക്കുള്ള രക്തോട്ടം എങ്ങനെയായിരുന്നു? ഇതിന് ശേഷം ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടോ? കുറേ ദിവസം ബന്ധപ്പെടാതെ ഇരുന്നിട്ടാണോ ഞാൻ ഐവയ്ക്ക് വേണ്ടി സെമൻ സാമ്പിൾ കൊടുത്തത്? ഇങ്ങനെയുള്ള വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ഐവയെ പറ്റി പഠിക്കാനാണ് രോഗി ശ്രദ്ധിക്കേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന നിഗമനങ്ങളെപ്പറ്റി പഠിച്ചിട്ട് വേണം അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാൻ. അല്ലാതെ ഐവൈ ഒരു സെൻറ്ററിൽ ചെയ്തു പല സെൻറ്ററുകളിൽ മാറി മാറി ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഐവൈ ഫെയിൽ ചെയ്താൽ ഈ ഒരു രീതിയിൽ പരാജയ കാരണങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, ഒരു കാര്യം പരാജയപ്പെട്ടാൽ പരാജയ കാരണത്തിലേക്ക് ആഴ്ന്നിറങ്ങി പരാജയ കാരണങ്ങൾ പഠിച്ച് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് വിജയം കിട്ടുന്നത്. അല്ലാതെ പരാജയങ്ങളുടെ കാരണങ്ങളെ അപഗ്രഥിക്കാതെ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് നമ്മുടെ വിജയത്തിൻ്റെ സാധ്യത ഒരിക്കലും കൂട്ടുകയില്ല.